ആത്മീയ ലോകത്തെക്കുറിച്ച് ഉള്ള ചില മിസ്റ്ററീസ് ഒക്കെയാണ് ഈ തുടർമാനമായിട്ടുള്ള അടുത്ത എപ്പിസോഡുകൾ സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധയോടുകൂടിയിരിക്കണം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പല ബൈബിൾ സ്റ്റഡികളുമൊക്കെ നടത്തി, പ്രത്യേകിച്ച് കൊരിന്ത്യർക്കെഴുതിയ ലേഖനമൊക്കെ പഠിച്ച് അവസാനിപ്പിച്ചു. ഇനി നമ്മൾ ആത്മീയ ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും വാർ ഇൻ സ്പിരിച്വൽ റലം, ഈ സംഭവങ്ങളെക്കുറിച്ചാണ് അടുത്ത 70-80 എപ്പിസോഡുകൾ നമ്മൾ സംസാരിക്കുന്നത്. ഇത്രയും ദീർഘിക്കുന്ന കാര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രാധാന്യമുള്ളതും എന്നാൽ മനുഷ്യൻ ചിന്തിക്കാത്തതും ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഈ കാണുന്ന ലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാവൂ. എന്തൊക്കെയാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്? കാരണം നമുക്കൊരു ശരീരമുണ്ട്. ഈ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ ഈ ശരീരത്തിൽ തന്നെ ഒരു ദേഹിയുണ്ട്, ഒരു ആത്മാവുണ്ട് എന്നുള്ള ചിന്ത പലപ്പോഴും നമുക്കില്ല എന്നുള്ള സത്യമാണ്. അതുപോലെ ഒരു ശരീരം കൊണ്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഇവിടെ ആക്കിയിരിക്കുമ്പോഴേ ആ ശരീരം കൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളല്ല പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് കാണും. അതുകൊണ്ട് ഈ തിന്മയുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ നമ്മളിൽ നിന്ന് തന്നെ തെറ്റ് ചെയ്യാനുള്ളൊരു പ്രേരണ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് കാണും. ഇത് ആര് തരുന്നതാണ് ഈ പ്രേരണ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും വരുമ്പോഴേ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ള വലിയൊരു സമസ്യയാണ്. അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിങ്കിലേക്കും ബാക്കിയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അന്നേരം ഈ ദൈവത്തിൽ ചിന്തിക്കുമ്പോഴേ ദൈവം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ അതൊരു അദൃശ്യ ശക്തിയായിട്ടുള്ള ദൈവം ഉള്ളപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു പൈശാചിക ശക്തി ഉണ്ടേ നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഈ ആത്മീയ ലോകത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആത്മീയ ലോകത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ ചിന്തിക്കുകയും അത് ബിബ്ലിക്കലായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുകയും സമർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ചില എപ്പിസോഡുകളാണ് മുമ്പിലുള്ളത്. അതുമാത്രവുമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും നടക്കുന്ന പ്രസൻറ്റ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ എൻഡ് ടൈംസിലെ ഈ അവസാന നാളുകളിൽ നമ്മൾ ജീവിക്കുമ്പോഴേ ചരിത്രവും പ്രൊഫസിയും കൂടി മിക്സ് ചെയ്ത് നടക്കുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഇനിയുള്ള എപ്പിസോഡുകൾ നമ്മൾ സംസാരിക്കുന്നത്. മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനൽ നമ്മൾ 3 വർഷത്തോളമായി ഇത് ആരംഭിച്ചിട്ട് അതിൽ കൂടി അനേക എപ്പിസോഡുകൾ നമ്മൾ ബൈബിൾ സ്റ്റഡീസ്, അതുപോലെ പ്രാക്ടിക്കൽ ടോക്കുകൾ ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ല കീഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അത് റെഗുലറായിട്ട് നിങ്ങളുടെ ഡിവൈസിൽ അത് കിട്ടുമല്ലോ. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുത്തു നോക്കിയാൽ പല മതങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. എന്നാൽ ഈ പല മതങ്ങളും ഒരു ആത്മീയ ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരാത്മീയ ലോകമുണ്ടെന്ന്. അത് മാത്രമല്ല, അതിനുമായിട്ട് ബന്ധപ്പെട്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പല പഠിപ്പിക്കലുകളുമുണ്ട്. പല റിലിജിയൻ, മുസ്ലിംസ്, ഹിന്ദുസ്, ക്രിസ്ത്യൻസ് മേജറായിട്ടുള്ളത്, അവരൊക്കെ പല പഠിപ്പിക്കലുകളുണ്ട്. ബൈബിളിൽ പറഞ്ഞാൽ സ്വർഗം, ഭൂമി, പാതാളം എന്ന 3 ലോകങ്ങളെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ദൃശ്യമായ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നതായിട്ടുള്ളത്, മനുഷ്യർക്ക് പാർക്കുവാൻ ഉള്ള ഭൂമിയും അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഭൂമി മാത്രമാണ്. മനുഷ്യനുള്ള ആത്മാവ്, മനുഷ്യൻ്റെ ഒരു ആത്മാവുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ദേഹി ആത്മാവ്, 2 മനുഷ്യനിലുണ്ട് എന്ന് പറഞ്ഞു. ഇതെല്ലാം തന്നെ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനെ നോർമലി ഒരു 33% അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോലും 33%, ഒരു 100-ൽ 3-1 എന്ന് പറയും, 33% മനുഷ്യനിലെ ഒരു സ്പിരിറ്റ് കണ്ടൻ്റ് ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതൊരു ആ ഒരു രീതിയിൽ നമ്മളത് ചിന്തിക്കണം. അപ്പോൾ മനുഷ്യരിലുള്ള ആത്മാവിനെ അവന് കാണാൻ കഴിയില്ല. ഒരു മനുഷ്യന് അവൻ്റെ ഉള്ള ആത്മാവിനെ കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ മരണാനന്തരം തൻ്റെ ആത്മാവ് എത്തിച്ചേരുന്ന സ്വർഗ്ഗലോകത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല. കാരണം ഈ സ്വർഗ്ഗലോകത്തിൽ കാണാൻ പറ്റില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ സ്വർഗ്ഗത്തിലോട്ട് പോകുന്നു, അല്ല ദൈവത്തെ വിശ്വസിക്കാത്തവർ നരകത്തിലോട്ട് പോകുന്നു ഒക്കെയാണ്. ചിലർ പറയുന്നത് സ്വർഗ്ഗവും നരകവും ഇവിടെയൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്തായാലും ഈ സ്വർലോകവും അധോലോകവും അദൃശ്യമാണ്, നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് വിശ്വസിക്കാത്തവരോട് സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ
നിങ്ങൾ ഈ ഭൂമിയിലുള്ള വിശ്വസിക്കാതിരിക്കുന്നവർ സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലുള്ള നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ല, പിന്നെ എങ്ങനെ സ്വർഗത്തിലുള്ള കാര്യം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം, കാണുന്നത് പോലും വിശ്വസിക്കാം. എന്നാൽ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 കൊരിന്ത്യർ 4:18 പറയുന്നത് കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ ഈ കാണാത്ത കാര്യങ്ങളാണ് നിത്യം, കാണുന്നതൊക്കെ താൽക്കാലികമാണ്. ഈ താൽക്കാലികം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്, ഫെയ്ഡഡ് അവേ, അതിങ്ങനെ മാറി പോകുന്ന കാര്യമാണ്. നമുക്കൊരു വീടെടുത്താൽ അറിയാം, ഒരു കാർ എടുത്താൽ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നോക്കിയാൽ അറിയാം. ഓരോരുത്തരും അവരവർ 60, 70, 80 വയസ്സ് വരെ ജീവിച്ച പല കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ മൺമറഞ്ഞ് പോവുകയാണ്. അതെല്ലാം ഫെയ്ഡഡ് അവേ, അതൊക്കെ മാറിപ്പോവുകയാണ്. എന്നാൽ കാണാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. അത് നമുക്ക് കാണാത്തത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് പലരും പറയുന്നത്. അയ്യോ, ഞങ്ങൾ കാണുന്നില്ലല്ലോ, അപ്പോൾ എങ്ങനെ വിശ്വസിക്കുന്നു? എന്നാൽ ഈ കാണാത്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഈ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാണാത്ത കാര്യങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് ബിബ്ലിക്കലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് റെഫറൻസസ് ബൈബിളിൽ നിന്ന് ഉണ്ട്. ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല. ആരും കേട്ടിട്ടുണ്ട്. മോശ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, നമ്മൾ പലരും പറയുന്നുണ്ട് മോശ കണ്ടു എന്ന്. എന്നാൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഈ ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ദൈവത്തിനോട് ഒപ്പം തന്നെ അനേകം മാലാഖമാർ അല്ലെങ്കിൽ ഏഞ്ചൽസ് ഉണ്ട്. ഈ ഏഞ്ചൽസിനെയും പലരും കണ്ടിട്ട്, ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, ഏഞ്ചൽസിനെ കണ്ടിട്ടുണ്ട്. ദൈവകൃപയാൽ എനിക്കും കാണാനായിട്ട് ദൈവം കൃപ വന്നിട്ടുണ്ട്. ഈ ഏഞ്ചൽസിനെ നമുക്ക് കാണാൻ പറ്റും. അതൊരു സ്പിരിച്വൽ ബീയിങ്സ് ആണ്, ദൈവത്തോടൊപ്പമുള്ള സ്പിരിച്വൽ ബീയിങ്സ് ആണ്. അതുപോലെ തന്നെ ഉള്ളതാണ് ഡെമൺസ്, സൈറ്റൻ, ഫോളൻ ഏഞ്ചൽസ് ആണ് ദൈവത്തെ ഒപ്പോസ് ചെയ്യുന്നത്. എപ്പോഴും ഒരു നന്മയുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ടൊരു തിന്മയും ഉണ്ടെന്ന് നമ്മൾ ഓർക്കുക. അത് ലോകത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. എങ്ങനെയാണത് വന്നതെന്ന് ചോദിച്ചാൽ അത് ആദ്യം തന്നെ അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വിഭിന്നമായി മനുഷ്യൻ വ്യതിചലിച്ചതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് വന്നിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഉള്ളതാണ് വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് കാണാത്ത കാര്യങ്ങളാണ് ഹെവൻ എന്ന് പറയുന്നത്. അത് ഉണ്ട്, എറ്റേണലാണ്, പ്ലേസ് ഓഫ് എറ്റേണൽ ബ്ലെസ്സിങ്, അതാണ് ഹെവൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്, എന്നേക്കുമായിട്ടുള്ള വേർപാട്, ദൈവവുമായിട്ടുള്ള അവനെ റിജക്റ്റ് ചെയ്യുന്നുള്ള വേർപാട്, അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഹെൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആത്മീയമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പൊതുവേ നമ്മൾ വിശ്വസിക്കുന്നു, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസൊക്കെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ വിശ്വസിക്കുന്നു പ്രാർത്ഥനയിൽ കൂടിയും ദൈവത്തെ ആരാധിക്കുന്നതിൽ കൂടിയൊക്കെ ഈ ദൈവത്തിൽ എത്തിച്ചേരാമെന്നും ദൈവം നമ്മുടെ പാപങ്ങളെയൊക്കെ ക്ഷമിക്കുകയും നമുക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് തരികയും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും പല ആളുകളും ഇന്നും ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ കൂടിയാണ് നടന്നു പോകുന്നത്. രോഗങ്ങൾ, തീരാ രോഗങ്ങൾ, വ്യാധികൾ, നിരാശയുടെ ഘട്ടങ്ങൾ, എല്ലാം ഒപ്പോസിഷനായിട്ടുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ നടക്കുന്നില്ല, പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനേക വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു, നടക്കുന്നില്ല. അന്നേരം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിറ്റുവേഷൻസിൽ കൂടി ഇന്ന് വിശ്വാസ സമൂഹം കടന്നു പോകുന്നുണ്ട്. പൊതുവേ ഇത് ബിബ്ലിക്കലായിട്ട് പറയുന്നത്, ഇത് നമുക്ക് ദൈവം തരാനിരിക്കുന്ന പല കാര്യങ്ങളെയും ആരൊക്കെയോ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കുന്ന സം ഈവിൾ ഫോഴ്സസ്. ഈവിൾ ഫോഴ്സസ് ആർ റെസിസ്റ്റിംഗ് ദ സ്പിരിച്വൽ ബ്ലെസ്സിങ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് തടഞ്ഞു വെച്ചിരിക്കുന്ന ചില ഈവിൾ സ്പിരിറ്റുകളുണ്ട്. അത് നമ്മൾ ചിന്തിക്കണം. ആ ഈവിൾ സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ ഈ റലത്തിൽ, ഈ സ്പിരിച്വൽ റലത്തിൽ നമ്മൾ ചിന്തിക്കും. അത് മാത്രമല്ല, ഈ സ്പിരിച്വൽ റലത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. നേരത്തെ ഗ്രീക്കുകാരും അതുപോലെ യഹൂദ സമയങ്ങളിൽ
ഇയർലി പീരീഡിലെ അവർ വിശ്വസിച്ചിരുന്നു 10 ഹെവൻ ഉണ്ടെന്നൊക്കെ വിശ്വസിച്ചിരുന്നു, ഓരോ ഹെവനായിട്ട് ഓരോ തട്ടുകൾ പോലെ. എന്നാൽ ബൈബിളിൽ അത് അങ്ങനെ പറയുന്നില്ല. ഹെവനെ കുറിച്ചുള്ള എപ്പിസോഡ് നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ 3 ഹെവനെ കുറിച്ചാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അന്നേരം ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെയൊക്കെ തന്നെ അരൂപികളായിട്ടുള്ള മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്ത ഏഞ്ചൽസ്, ഡെമൺസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അരൂപികളായിട്ടുള്ള ആളുകൾ ഈ ഡയമെൻഷനിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇത് ഒക്കെ നമ്മൾ ഈ എപ്പിസോഡുകളിൽ വരുന്ന എപ്പിസോഡുകൾ ചിന്തിക്കും. ഈ ഏഞ്ചൽസിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും അറിയാം, പലരും പഠിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റേതായിട്ടുള്ള സീക്രട്ട് ഏജൻസാണ് ഈ ഏഞ്ചൽസ് എന്നും, അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് ഈ ഏഞ്ചൽ, ഫോളൻ ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ഏഞ്ചൽസ് ഉണ്ട്. അത് ഡാർക്ക്നെസ്, അന്ധകാരം പരത്തുന്ന ഒരു കാര്യമാണെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ തിയോളജി ഓഫ് ഫോളൻ ഏഞ്ചൽസ് നമ്മളെടുത്ത് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം. ലൂസിഫർ ഹെഡായിട്ടിരിക്കുന്നു, അതിനുശേഷം അതിൽ നിന്ന് ലൂസിഫർ എങ്ങനെയാണ് ഈ ഗ്ലോറി, അവൻ്റെ ശോഭ നഷ്ടപ്പെട്ടു പോയത്, അവൻ അന്ധകാരത്തിലായെന്നും ഒക്കെ യെശയ്യാപ്രവചനം 14:12 മുതൽ 15 വാക്യങ്ങളിലും എഹെസ്കേൽ 28:12 മുതൽ 17 വാക്യങ്ങളിലൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അവന് എന്താണ് ദൈവത്തോടൊപ്പമായിട്ട്, ദൈവത്തിനോട് ഈക്വലായിട്ട്, ദൈവത്തിൻ്റെ ഈക്വലല്ല, ദൈവത്തിനോട് അടുത്ത് തന്നെ ഇടപഴകി ശരിക്കും അവരുടെ എന്താണ് സിംഗിങ് ടീം, ദൈവത്തെ ആരാധിക്കുന്ന ടീമിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വന്നു ദൈവത്തെ പോലെ ആകണമെന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അതേ പവർ അവന് വേണമെന്നുള്ളൊരു ഡിസയർ കടന്നു വന്നു. ഇതെല്ലാം ആ യെശയ്യാപ്രവചനം 14:12-15 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എന്താ സംഭവിച്ചത്? ദൈവം അവനെ അവിടെ നിന്ന് താഴ്ത്തി അവനെ വെട്ടിക്കളഞ്ഞു എന്നുള്ളതും, അവൻ്റെ റിബല്യസ് നേച്ചർ അവൻ എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ക്രിയേഷനെ മുഴുവൻ അവൻ പെർവേർട്ട് ചെയ്യുവാനായിട്ട്, അതിനോട് ശത്രുത പുലർത്തുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. അങ്ങനെ ഹ്യൂമാനിറ്റിയെ നശിപ്പിക്കാനായിട്ടുള്ള തീരുമാനം വന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോഴേ ലൂസിഫറിനെ കുറിച്ച് പറയാനുള്ള, ലൂസിഫറാണ് ഏറ്റവും മേളിലിരിക്കുന്നത്. അതിന് താഴെ കുറേ ഫോളൻ ഏഞ്ചൽസ് ഉണ്ട്. ഈ ഫോളൻ ഏഞ്ചൽസിൻ്റെ കീഴെ കുറേ ഡീമൺസ് ഉണ്ട്, കുട്ടി പിശാചുക്കൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഡീമൺസ് ഉണ്ട്. ഈ ഡീമൺസൊക്കെ ഓരോ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ബൈബിളിലെ പല റെഫറൻസസ് ഉണ്ട്. ഇവർക്കെല്ലാം തന്നെ ഒരു എറ്റേണൽ ഫയർ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി യേശു കർത്താവിനാണുള്ളത്. അത് യേശു കർത്താവ് തൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ അതെല്ലാം അക്കംപ്ലിഷ് ചെയ്യും. ഇവരെയെല്ലാം പിടിച്ച് എന്നേക്കുമായിട്ട് ആ എറ്റേണൽ ഫയറിൽ, അല്ലെങ്കിൽ ആ ഹെല്ലിൽ അവരെ തട്ടിയിടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിലും എല്ലാം അത് റെഫർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ചും അതുപോലെ ഈ സ്പിരിച്വൽ റിലത്തെ കുറിച്ച് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് ഇന്ന് തീരെ കുറവാണ്. നമുക്കതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ല, ആരും അത് പറയാറുമില്ല, പഠിപ്പിക്കാറുമില്ല. കാരണം എന്താണ്, അതിനെക്കുറിച്ച് പറയേണ്ട, അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടല്ലോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആരും തന്നെ ഈ ലൂസിഫറിനെ കുറിച്ചോ ഈ ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ചോ ഈ ഡെമൺസിനെ കുറിച്ചോ ഒന്നും പൊതുവേ പറയാറില്ല. ആകെ പറയുന്നത് എന്താണ്, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള നിത്യമായൊരു നാശമുണ്ട്, അതുകൊണ്ട് ഒന്നും വേണ്ട എന്നുള്ളതല്ല. ഒരു കാര്യം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. യേശു വന്ന പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനായിരിക്കുന്ന ദൈവമാണ്. യേശു വന്ന് മരിച്ച് അടക്കപ്പെട്ടപ്പോഴേ നമ്മുടെ പാപങ്ങൾക്കെല്ലാം കാൽവറിയിൽ വെച്ച് ഒരു വിടുതൽ വന്നു എന്ന് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളെല്ലാം മാറി യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട് എന്നെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. അവൻ വന്നു 33 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞു. പിശാചിൻ്റെ പ്രവൃത്തികളെല്ലാം അഴിച്ച് യേശു സ്വർഗത്തിലേക്ക് പോയി. അതാണ് നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ പിശാച് ഇപ്പോഴും അതുപോലെ അന്നത്തെ ഉള്ളതുപോലെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, അല്ലേ? കറങ്ങി നടക്കുകയാണ്, മനുഷ്യരെ എല്ലാം തന്നെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോഴേ യേശുക്രിസ്തു പോയപ്പോഴേ, ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേ, യേശുക്രിസ്തു അന്ന് യേശുക്രിസ്തുവിനോടുള്ള കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരാൾ നഷ്ടപ്പെട്ടു പോയി, ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരെ വിളിച്ച് ഈ അധികാരമെല്ലാം കൊടുത്തിട്ട് അവരോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നിങ്ങൾ ലോകമൊക്കെയും പോകണം,
അവിടെ നിൽക്കുകയല്ല. യഹൂദയിലും യെരുശലേമിലും യഹൂദയിലും തുടങ്ങി ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ഈ സ്വവർത്തമാനം, എന്തോ സ്വവർത്തമാനമാണ്? ഞാൻ യേശു ജീവിക്കുന്ന ദൈവമാണെന്നുള്ള സ്വവർത്തമാനം, യേശുവിൽ കൂടി ഒരു രക്ഷയുണ്ടെന്നുള്ള സ്വവർത്തമാനം, യേശുവിൽ വിശ്വസിക്കണമെന്നും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള കാര്യം, ഇതെല്ലാം ലോകത്തോട് മുഴുവൻ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. അത് മാത്രവുമല്ല, ഞാൻ ലോക അവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇവരെ എംപവർ ചെയ്തു. അത് മാത്രമല്ല, നിങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരണം. ആ ശക്തിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് വരും, വന്ന് നിങ്ങൾ പ്രവർത്തിക്കണം എന്നുമെല്ലാം പറഞ്ഞാണ് യേശു പോയത്. അപ്പോഴൊരു കാര്യം ഓർക്കുക, യേശു ഈ ലോകത്തിൽ വന്നത് പൈശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനാണ്. യേശു ലോകത്തിൽ വന്നത് അക്കംപ്ലിഷ് ചെയ്യുകയും ചെയ്തു. യേശുവിൻ്റെ മരണത്താൽ പഴയ നിയമത്തിലുള്ള യാഗവും അതിന് യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞതിൽ അതിലുള്ള വീണ്ടെടുപ്പും വന്നു കഴിഞ്ഞു. അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഏറ്റെടുക്കാൻ പറ്റും എന്നും ആയിക്കഴിഞ്ഞു. ഇത്രയും ആയിക്കഴിയുമ്പോഴേ ഇതുകൊണ്ട് പൈശാചി ശക്തികൾ ഈ ലോകത്തിലെ പ്രവർത്തനമൊന്നും നിർത്തത്തില്ല. അതിന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വന്ന് അതിനെ പിടിച്ച് പൂട്ടുന്നവരെ അവൻ്റെ പ്രവർത്തനം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്തിനാണ് നിങ്ങളെയും എന്നെയും ഈ ലോകത്തിലാക്കിയത്? നമ്മളിനി തുടർമാനമായിട്ട് അത് ചിന്തിക്കുന്നതാണ്. എന്തിനാണ് നിങ്ങളെയും എന്നെയും ഈ ലോകത്തിലേക്ക് ആക്കിയത് എന്ന് ചോദിച്ചാൽ, അവൻ്റെ കർത്താവിൻ്റെ പത്രങ്ങളായി അല്ലെങ്കിൽ കർത്താവിൻ്റെ പതിപ്പുകളായി ഈ സാത്താൻ്റെ അവൻ്റെ പ്രവർത്തനങ്ങളെയും ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് നമ്മളെ ചെയ്തിരിക്കുന്നത്. യേശു മരിച്ചു, അടക്കപ്പെട്ടപ്പോഴേ അതിന് വിക്ടറി ഉണ്ടായി, സകല ലോകത്തിനും വിക്ടറി ഉണ്ടായി. ഈ വിക്ടറി നമ്മുടെ ജീവിതങ്ങളിൽ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പിശാചിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങളെയും എന്നെയും ദൈവം ആക്കിയിരിക്കുന്ന പർപ്പസ് അതിനാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കാനായിട്ടല്ല. നമ്മളെയൊക്കെ ദൈവം വിളിച്ചാക്കിയിരിക്കുന്നത് ഈ വലിയ ദൗത്യം ചെയ്തു തീർക്കുവാനായിട്ടാണ്. ആ ഒരു വിഷൻ, ആ ഒരു ദർശനമാണ് നമുക്കിന്ന് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാനായിട്ട് കർത്താവ് വന്നെങ്കിൽ ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞെങ്കിൽ അധികം ചെയ്യാനായിട്ട് നമ്മളെ എംപവർ ചെയ്ത് ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കൂടി ചെയ്യാനായിട്ട് കഴിയും എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ പഠനങ്ങൾ, ഈ മുന്നോട്ടുള്ള പഠനങ്ങൾ, ഓരോ എപ്പിസോഡുകളും നമ്മളെ ഒരു ലെവലിലേക്ക് പരിശുദ്ധാത്മ അഭിഷേകത്തിലെ അല്ലെങ്കിൽ സാത്താൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനായിട്ട് നമ്മളെ ഇടവരുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലൂടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ ഓരോ എപ്പിസോഡും ഇത് വാച്ച്ഫുള്ളായിട്ടിരിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതിൽ കൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഞാൻ വലിയ നോട്ടുകൾ പോലെ ഉണ്ടാക്കിയൊന്നും പറയുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത് നിങ്ങളോട് പറയുന്നുണ്ട്. കഴിഞ്ഞ അനേകം ദിവസങ്ങളായിട്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ഈ വിഷയങ്ങളെ പഠിക്കുകയും ഈ വിഷയങ്ങളിലെ പല പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്തോട് അടുത്തിരിക്കുകയും അതിൽ നിന്ന് ചില കൃപകൾ പ്രാപിക്കുകയും ചെയ്യാനായിട്ട് ദൈവം ഇടവരുത്തി. അതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ പറയുന്ന പല കാര്യങ്ങളും, ചില കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ്. റെവലേഷൻസിനകത്ത് എനിക്ക് തന്ന റെവലേഷൻസാണ്. ബൈബിളിൽ ചില റെഫറൻസസ് കാണത്തില്ല. എന്നാൽ കഴിവതും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാത്ത രീതിയിൽ ബൈബിളുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത് മാത്രമേ പറയുള്ളൂ. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു, ഉച്ചരിച്ചു കൂടാത്ത കാര്യങ്ങൾ ഞാൻ കണ്ടു, അത് ഞാൻ നിങ്ങളോട് പറയത്തില്ല എന്ന് പറയുന്ന പോലെ എന്നെ കാണിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയത്തില്ല. ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ സ്പിരിച്വൽ വേൾഡിലെ ചില കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. തുടർമാനമായിട്ട് ഇത് വാച്ച് ചെയ്യുക. തീർച്ചയായും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ, മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനൽ വഴി ഈ കാര്യങ്ങൾ അടുത്ത 10-70 എപ്പിസോഡിൽ നിന്ന് നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് പറയാം എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഒരുപാട് ഞാൻ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. അടുത്തൊരു എപ്പിസോഡിൽ ഇൻട്രൊഡക്ഷൻ പറയും. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സബ്ജക്റ്റിലേക്ക് കയറുകയാണ്. സബ്ജക്റ്റിലേക്ക് കയറുമ്പോഴേ നമുക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റഡിയാണ്. നിങ്ങളത് പഠിക്കണം. നിങ്ങളതുപോലെ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളതുപോലെ ഫസ്റ്റ് സൺഡേയിലുള്ള ഓൺലൈൻ മീറ്റിംഗ് രാത്രി 9:30 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ, നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ചിന്തകൾ നമുക്ക് പ്രയോജനമെന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ,
ഞങ്ങൾ സ്പിരിച്വൽ വേൾഡിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ദൈവമേ, ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ചിന്തകളെ നീ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. സാത്താൻ്റെ പദ്ധതികളെ തകർക്കുവാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. സാത്താൻ്റെ പദ്ധതികൾക്കെതിരായിട്ടുള്ള ഒരു വാറാണല്ലോ, ഒരു സ്പിരിച്വൽ വാറാണല്ലോ ഞങ്ങൾ ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയും സൂക്ഷ്മമായിട്ടുള്ള ഒരു അറിവും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ ഇങ്ങനെ അങ്ങ് ജീവിച്ച് ഏതെങ്കിലും രീതിയിൽ പോകാനായിട്ടല്ല നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ ഒരു വാറായിട്ട്, കർത്താവെ ആ പൈശാചിക ശക്തികളുടെ എഗൻസ്റ്റായിട്ടുള്ളൊരു വാറായിട്ട് അത് ട്രീറ്റ് ചെയ്യപ്പെടുവാൻ, കർത്താവെ അത് ഉപയോഗിക്കാൻ ഉള്ള ശക്തിയും കൃപകളും ഈ ദിവസങ്ങൾ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല ആളുകൾ ഇത് കാണുന്നവർ പല പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരാണ്. പല റിബല്യൻസിൽ കൂടി കർത്താവെ, പലതരമായിട്ടുള്ള കർത്താവെ നിരാശയിൽ കൂടി കടന്നു പോകുന്നവരാണ്. ഇതെല്ലാം തന്നെ കർത്താവെ പൈശാചിക പോരാട്ടത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അതിനൊക്കെ ഓരോ ക്രീച്ചേഴ്സ്, ഓരോ ഈവിൾ സ്പിരിറ്റ്സ് അതിൻ്റെ പുറകിലൊക്കെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ദൈവമേ, അതിനാൽ ഞങ്ങളുടെ ചിന്തകളൊക്കെ ഏറ്റവും പ്രയോജനമായി തീരുവാൻ, അനേകരെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ കാരണമായി തീരും, സഹായിക്കുകയും ചെയ്യണമേ. ഈ പ്രോബ്ലംസിലൊക്കെ കർത്താവെ ഫേസ് ചെയ്യുന്നവർ അതിൽ നിന്നൊക്കെ റിലീസ് ചെയ്യപ്പെടുവാൻ കർത്താവെ ശുശ്രൂഷകൾ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്തവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളിത് ഒരു ഹാപ്പൻചുവലായിട്ട് അല്ലെങ്കിൽ ഒരു വെറുതെ ഇത് വാച്ച് ചെയ്യല്ല, പ്രാർത്ഥനയോടെ വാച്ച് ചെയ്യണം. ഇത് വലിയൊരു ഡെലിവറൻസിന് കാരണമായി തീരും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.